19 വയസ്സുള്ളപ്പോൾ വിവാഹം കഴിഞ്ഞ അതുല്യ എന്ന യുവതി ആത്മഹത്യ ചെയ്യാൻ കാരണം അതുല്യയുടെ ഭർത്താവായ സതീഷിന്റെ പീഡനമാണെന്ന് തെളിയിക്കുന്നതാണ് അതുല്യ തന്നെ പുറത്തുവിട്ട വീഡിയോ ദൃശ്യങ്ങൾ. മറ്റേതു ദാമ്പത്യത്തെയും പോലെ വിവാഹമുറപ്പിച്ച ആദ്യ നാളുകളിൽ നല്ല രീതിയിലാണ് മുന്നോട്ടു പോയതെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ അതുല്യയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു നടന്നത്. ഫോൺ 2 ബെല്ലിൽ കൂടുതൽ റിംഗ് ചെയ്ത ശേഷമാണ് എടുക്കുന്നതെങ്കിൽ അതിലും കുറ്റം കണ്ടെത്തിയിരുന്ന സതീഷിന്റെ ഈ സൈക്കോ സ്വഭാവം കാരണം ഈ വിവാഹം വേണ്ട എന്ന് വയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ സതീഷിന്റെ അമ്മ ആത്മഹത്യ ചെയ്യുമെന്ന ഭീഷണി മുഴക്കിയത് മൂലമാണ് ഈ വിവാഹം നടത്തിയത്. വിവാഹം കഴിഞ്ഞ് ആദ്യ ദിവസം മുതൽ കൊടിയ പീഡനങ്ങളാണ് അതുല്യ അനുഭവിച്ചത്. അതുല്യ സ്വന്തം അച്ഛനോട് മിണ്ടിയാൽ പോലും സംശയമാണ്. ദേഷ്യം വരുമ്പോഴെല്ലാം അതുല്യയെ ക്രൂരമായി ഉപദ്രവിക്കുന്ന സതീഷ് മദ്യപിച്ചു കഴിഞ്ഞാൽ ആ ഉപദ്രവം എക്സ്ട്രീം ലെവലിലാക്കും. അതുല്യയുടെ ശരീരത്തിൽ മർദ്ദനത്തിന്റെ പാടുകളില്ലാത്ത ഒരിടം പോലുമില്ല. സതീഷിന്റെ ക്രൂരത കണ്ട് പേടിച്ച് സ്വന്തം കുഞ്ഞുപോലും അവരുടെ കൂടെ നിൽക്കാതായി. സംശയരോഗം കാരണം അതുല്യയെ ജോലിക്ക് പോലും അയക്കില്ലായിരുന്നു. മിക്കവാറും സതീഷ് ജോലിക്ക് പോകുമ്പോൾ അതുല്യയെ ഫ്ളാറ്റിൽ പൂട്ടിയിടും. വൈകിട്ട് ജോലി കഴിഞ്ഞു വന്നാൽ പ്രാകൃതവും വൈകൃതവുമായ ഉപദ്രവങ്ങൾ. എന്നാൽ സ്വബോധം തിരിച്ചു കിട്ടുമ്പോൾ അതുല്യയോട് മാപ്പ് പറയുന്ന സതീഷിനോട് അതുല്യ ക്ഷമിക്കുമായിരുന്നു. ഏറ്റവും ഒടുവിൽ അതുല്യ നൽകിയ ശബ്ദ സന്ദേശത്തിൽ സതീഷ് തന്നെ ചവിട്ടിക്കൂട്ടിയെന്നും മരിക്കാൻ ഭയമുള്ളതുകൊണ്ട് മാത്രമാണ് മരിക്കാത്തതെന്നും പറയുന്നുണ്ടായിരുന്നു. ഇതുപോലുള്ള വട്ടുപിടിച്ചവന് ഈ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത അതുല്യയുടെ വീട്ടുകാരെ 1-ാം പ്രതിയാക്കി കേസെടുക്കണം.